അവ്യക്തമായ പല കഥകളും അവിശ്വസനീയമായ പല വിവരങ്ങളുമാണ് ബർമുഡ ട്രയാങ്കിളിനെ പറ്റി ഇതുവരെ നമ്മൾ പറഞ്ഞതല്ലേ. എന്നാൽ ഇതേപ്പറ്റി കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നൽകിയത് പൈലറ്റായ ബ്രൂസ് ജൂനിയർ ആണ്. ആ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വെൽക്കം ടു മോഷൻ ബുക്ക് ഇറ്റ്സ് ഇൻഫോടെക്. വർഷം 1970 ഡിസംബർ 4. പൈലറ്റായ ബ്രൂസ് ജൂനിയറും അദ്ദേഹത്തിന്റെ പിതാവും ആൻഡ്രസ് വിമാനത്താവളത്തിൽ നിന്ന് മിയാമി ലക്ഷ്യം വെച്ച് ബൊണാൻസ A36 എന്ന ചെറു വിമാനത്തിൽ പറന്നുയർന്നു. സഞ്ചാരപഥം ബർമുഡ ട്രയാങ്കിളിന്റെ അടുത്തുകൂടിയായിരുന്നു കേട്ടോ. ഏകദേശം 500 അടി ഉയർന്നു പൊങ്ങിയപ്പോൾ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള മേഘസഞ്ചയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭൂമിയോട് ഇത്രയും ചേർന്ന ഒരു മേഘസഞ്ചയം ബ്രൂസ് തന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ATC കാലാവസ്ഥ നല്ലതാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവരുടെ ചെറുവിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങി. ഈ ഒരു സമയത്ത് ഉയരം കൂടുന്തോറും ആ ഒരു മേഘസഞ്ചയം ഒരു ക്യുമുലസ് മേഘമായി മാറുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെട്ടു. ഇതിനിടയ്ക്ക് അവർ ചെറുതായി ആ മേഘസഞ്ചയത്തിന്റെ ഉള്ളിലേക്ക് പെട്ടുപോയെങ്കിലും ഏകദേശം 11,500 അടി മുകളിൽ വെച്ച് അവർ ആ മേഘസഞ്ചയത്തിന്റെ പുറത്തേക്ക് വരികയും തെളിഞ്ഞ ആകാശം അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പെട്ടെന്നാണ് കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞത്. ബ്രൂസും മറ്റും ആ ചെറിയ ഫ്ലൈറ്റിന്റെ പരമാവധി സുരക്ഷിത വേഗമായ 195 മൈൽ പെർ അവറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ബൃഹത്തായ കറുത്തിരുണ്ട ഒരു മേഘസഞ്ചയം പ്രത്യക്ഷപ്പെട്ടു. ആക്സിഡന്റലി ഇവർ ഇതിന്റെ അകത്തേക്ക് പെട്ടുപോവുകയാണ് ഉണ്ടായത്. അകത്തേക്ക് പോകും തോറും ഇരുട്ട് വളരെയധികം കൂടി വരികയും ഇടിമിന്നലിന്റെ വെളിച്ചം വളരെയധികം തെളിഞ്ഞു വരികയും ചെയ്തു. അപകടം മണത്തറിഞ്ഞ ബ്രൂസ് പെട്ടെന്ന് തന്റെ ഫ്ലൈറ്റ് 135 ഡിഗ്രി വെട്ടിത്തിരിച്ച് ആ ഒരു മേഘസഞ്ചയത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇതിൽ നിന്നും പുറത്തു കടന്നപ്പോഴാണ് ബ്രൂസിന് ഒരു കാര്യം മനസ്സിലായത്. താൻ ആദ്യം കണ്ട ക്യുമുലസ് മേഘവും ഇപ്പൊ കണ്ട ഇരുണ്ട മേഘവും എല്ലാം തന്നെ മോതിര രൂപത്തിലുള്ള ഒരു മേഘസഞ്ചയത്തിന്റെ 2 അതിരുകളായിരുന്നു. തന്റെ ചെറുവിമാനവും താനുമൊക്കെ ആ ഒരു മോതിര രൂപത്തിലുള്ള മേഘസഞ്ചയത്തിനകത്ത് അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ഒരു സമയം രക്ഷപ്പെടാനായി ബ്രൂസ് ചുറ്റും നോക്കി. അപ്പോൾ ഈ ഒരു മേഘസഞ്ചയത്തിനകത്ത് ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ടണൽ കാണപ്പെട്ടു. ആ ടണലിനുള്ളിൽ കൂടെ പുറത്തുള്ള തെളിഞ്ഞ ആകാശവും കാണാനാവുന്നുണ്ട്. ബ്രൂസ് രണ്ടും കൽപ്പിച്ച് തന്റെ വിമാനം വളരെ വേഗത്തിൽ ഈ ടണലിനകത്തുകൂടി പായിച്ചു. ഈ ഒരു സമയം ബ്രൂസ് ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ ടണലിന്റെ വലിപ്പം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ അദ്ദേഹം തന്റെ വിമാനം ആ ടണലിനകത്തുകൂടി പുറത്തേക്ക് പായിക്കുകയാണ് ഉണ്ടായത്. ഈ ടണലിന്റെ അകത്തുകൂടി പോകുമ്പോൾ വിമാനത്തിന്റെ ഗതിവേഗം അതിഭീകരമായി വർദ്ധിക്കുന്നതായിട്ട് ബ്രൂസിന് തോന്നി. അത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടണലിന്റെ വലിപ്പം കുറഞ്ഞു വരികയും ഉണ്ടായി. ഈ ഒരു സമയത്ത് തനിക്ക് ഭാരമില്ലായ്മയും അനുഭവപ്പെട്ടു എന്നാണ് ബ്രൂസ് പറഞ്ഞത്. 20 സെക്കൻഡിന് ശേഷം എടുത്തെറിയപ്പെട്ട പോലെയുള്ള വേഗതയിൽ ഈ ഒരു ബൃഹത് മേഘപാളിയിൽ നിന്നും ഈ വിമാനം പുറത്തു കിടക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് വിമാനത്തിലെ എല്ലാ വൈദ്യുതകാന്തിക ഉപകരണങ്ങളും തെറ്റായ വിവരങ്ങൾ കാണിച്ചു തുടങ്ങി. മാത്രമല്ല, കോമ്പസിന്റെ സൂചികൾ വരെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. സമയം വെച്ച് കണക്കാക്കി തങ്ങൾ ഏകദേശം ബമിനി ദ്വീപുകൾക്ക് മുകളിലായിരിക്കാം നിൽക്കുന്നത് എന്ന് കണക്കാക്കി ബ്രൂസ് മിയാമി വിമാനത്താവളത്തിലേക്ക് സഹായ അഭ്യർത്ഥന നടത്തി. എന്നാൽ ബ്രൂസിനെ ഞെട്ടിച്ചുകൊണ്ട് മിയാമി വിമാനത്താവളത്തിൽ നിന്നും സന്ദേശം വരികയാണ്. അവരിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെയാണെന്ന്. അതായത് 250 മൈൽ അവർ വെറും 3/4 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്. കുറച്ച് ചുറ്റിയുള്ള പാതയായതുകൊണ്ട് 300 മൈലോളം 3/4 മണിക്കൂറിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ട്. അത് വെറും മണിക്കൂറിൽ 190 മൈൽ മാത്രം വേഗതയുള്ള ചെറു വിമാനത്തിലാണെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം വിമാനത്തിലെ ഇന്ധനവും ബ്രൂസ് പരിശോധിക്കുകയുണ്ടായി. അതിൽ നിന്നും മനസ്സിലായത് സാധാരണ മിയാമിയിൽ എത്താൻ വേണ്ട ഇന്ധനത്തിന്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനം ഉപയോഗിച്ചിട്ടുള്ളൂ. അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തപ്പെടുന്ന ആളില്ലാത്ത പ്രേതക്കപ്പലുകളാണ്. പല നാവികരും ഇത്തരത്തിലുള്ള കപ്പലുകളെ കണ്ടതായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യവാസമില്ലാതെ, യന്ത്രങ്ങളുടെ മുരൾച്ചയില്ലാതെ ഇവ രാപ്പകൽ കടലിൽ ഒഴുകി നടക്കും. ഇത്തരത്തിലുള്ള കപ്പലുകൾ എപ്പോഴും നാവികർക്കൊരു പേടി സ്വപ്നം തന്നെയാണ്. അരണ്ട വെളിച്ചത്തിൽ ഇവയെ രാത്രിയിൽ കാണുമ്പോൾ ഭീമാകാരങ്ങളായ രാക്ഷസ രൂപങ്ങളായി തോന്നുമെന്ന് പല നാവികരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇരുട്ടിൽ നിന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിലുള്ള കപ്പലുകൾ മറ്റു ബോട്ടുകളിലും കപ്പലുകളിലൊക്കെ തട്ടി ഒത്തിരി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം പ്രേതക്കപ്പലുകളെ ബർമുഡ ട്രയാങ്കിളിന്റെ സമീപ പ്രദേശങ്ങളിലായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. 1935 ലാ ദഹാമ എന്ന കപ്പലും 1872 മേരി സെലൻസ്റ്റി എന്ന് പറയുന്ന കപ്പലും 1955 കൊനെമാറ എന്ന് പറയുന്ന കപ്പലുകളൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടുന്ന ചില പ്രേതക്കപ്പലുകളാണ്.
ഇതുപോലെ 1921 കണ്ടെത്തിയ മറ്റൊരു പ്രേതക്കപ്പലായിരുന്നു കരോൾ ഡിയറിംഗ്. ഇതിനകത്ത് കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിൽ അതിന്റെ ഉൾവശം ശൂന്യവും നിശബ്ദവുമായിരുന്നു. ഒരു പൂച്ചക്കുട്ടി മാത്രം കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ഭക്ഷണമേശയിൽ അവശിഷ്ടങ്ങളും പാത്രങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇന്നത്തെ അത്യാധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളും റഡാർ സിസ്റ്റവും ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ഒന്നും തന്നെ ഇല്ലാതിരുന്ന 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് ബർമുഡ ട്രയാങ്കിളിൽ അകപ്പെട്ടു എന്ന് പറയുന്ന മിക്ക അപകടങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകൾ അന്വേഷിച്ച് പലരും മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. പലർക്കും പലതരത്തിലുള്ള അനുമാനങ്ങളാണുള്ളത്. ഇവ പലതിനും തെളിവുകളില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇവ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.